ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏപ്രിൽ മാസത്തെ അവസാനത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഏപ്രിൽ 21 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്താണ് നമ്മുടെ ചാനൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണ്. ബിക്കോസ് വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഇയർലി കറണ്ട് അഫയേഴ്സും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള നമ്മുടെ ചാനൽ. ഞങ്ങളുടെ ചാനലല്ല, നമ്മുടെ ചാനൽ അല്ലേ. നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. കാര്യം എന്താണെന്ന് പറയുക, ഏപ്രിലെ ഫസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തേർഡ് വീക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ 4th വീക്ക് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇൻ വിച്ച് സ്റ്റേറ്റ് വാസ് ഇന്ത്യാസ് ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് ഇനാഗുറേറ്റഡ് വിച്ച് അലൗസ് ബിഗ് ഷിപ്സ് ടു സെയിൽ അണ്ടർനീത്ത് വൈൽ എനേബിളിംഗ് ഫാസ്റ്റർ ട്രെയിൻ ട്രാവൽ. അല്ലേ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത്, എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ചോദ്യം. അത് ഏതായിരുന്നു? പാമ്പൻ റെയിൽ ബ്രിഡ്ജ് ആയിരുന്നു അല്ലേ. അത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? റൈറ്റ് ആൻസർ ഈസ് തമിഴ്നാട്. കറക്റ്റ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായിട്ടുള്ള പാമ്പൻ പാലം രാമനവമി ദിനമായ ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമേശ്വരത്ത് അല്ലെ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഉദ്ഘാടനം ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് 531 കോടി രൂപ ചെലവിൽ 2.2 കിലോമീറ്റർ നീളമുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയാണ് ചെലവ് വന്നത്? 531 കോടി രൂപ ചെലവാണ് വന്നിട്ടുള്ളത്. എത്ര നീളമാണ്, എത്ര കിലോമീറ്റർ ആണ് നീളമുള്ളത്? 2.2 കിലോമീറ്റർ നീളമുള്ള പാലമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. 18.3 മീറ്റർ വീതം നീളമുള്ള 99 സ്പാനുകളുള്ള പാലത്തിലൂടെ 50 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിനുകൾ ഓടുക. ഓക്കെ, പാലത്തിനടിയിലൂടെ കപ്പലുകൾ സുഗമമായി കടന്നു പോകുന്നതിനായാണ് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. 2.06 കിലോമീറ്റർ പാലത്തിന്റെ മധ്യഭാഗത്തായാണ് 72.5 മീറ്റർ നീളമുള്ള വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കപ്പലുകൾ ഉൾപ്പെടെ കടന്നു പോകുമ്പോൾ പാലം മുകളിലേക്ക് 17 മീറ്ററാണ് ഉയർത്താനായിട്ട് സാധിക്കുക. 110 വർഷം പഴക്കമുള്ള പഴയ പാലം അപകടാവസ്ഥയിലായിരുന്നു. അതിനെ തുടർന്നാണ് 2020 പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതിന് പാമ്പൻ പാലം എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം. നമ്മളൊരു സംസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സംസ്ഥാനത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട് അല്ലേ. തമിഴ്നാട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാറുള്ളത്? നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26 തന്നെയാണ്. തലസ്ഥാനം ചെന്നൈയാണ്. സംസ്ഥാന മൃഗം എന്താണ്? വരയാടാണ് കേട്ടോ, വരയാടാണ്. സംസ്ഥാന പക്ഷി മരതകപ്രാവാണ്. സംസ്ഥാന പുഷ്പം ഗ്ലോറിയോസ ലില്ലി എന്നാണ് സംസ്ഥാന പുഷ്പത്തിന്റെ പേര്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഇത് തമിഴ്നാട് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ്. അവിടെ എന്തില്ല? നവോദയ വിദ്യാലയങ്ങൾ അവിടെ ഇല്ല. നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാടാണ്. ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ കോട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട് തന്നെയാണ്. അതുപോലെ നമുക്കറിയാം അവിടെ കൂടുതൽ വിൻഡ് ഫാമുകൾ ഉണ്ട് അല്ലേ. അപ്പൊ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനവും തമിഴ്നാട് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണി മില്ലുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം 1856 അവിടെ റെയിൽവേ നിലവിൽ വരുന്നത്. കമുദി സോളാർ പ്ലാന്റ് എവിടെയാണ്? അതും എവിടെ തന്നെയാണ്? തമിഴ്നാട്ടിൽ തന്നെയാണ്. അതുപോലെ ഇന്ത്യയിലെ കുറെ ആദ്യങ്ങൾ തമിഴ്നാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അത് തമിഴ്നാടാണ്. വർഷം പറയുകയാണെങ്കിൽ 1997 കേട്ടോ. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും തമിഴ്നാട് തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മെയിലാണ്. 1968 ഇന്ത്യയിൽ ആദ്യമായിട്ട് സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം ചെന്നൈയിലാണ്. 1904. ഒരുപാട് വർഷങ്ങൾ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. 1997 1997
എന്താണ്, വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടായി മാറി. അതുപോലെ തന്നെ സായാഹ്ന പത്രം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സായാഹ്ന പത്രം തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. എന്നായിരുന്നു? 1868 അല്ലെ, 1868. അപ്പോൾ ആദ്യം 1997, പിന്നെ 1868 അല്ലെ, മദ്രാസ് മെയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം ചെന്നൈ ആണ്. അതും തമിഴ്നാട് തന്നെയാണല്ലോ, 1904. ഓക്കെ, 3 വർഷങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. 1997, 1868, 1904. ഇനി പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ സേവിങ്സ് ബാങ്ക് ATM സ്ഥാപിതമായതും ചെന്നൈയിൽ തന്നെയാണ്. ബയോസ്ഫിയർ റിസർവ് എവിടെയാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യം തന്നെ ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടർ എന്ന് പറയുന്നത് കാമിനി, കൽപ്പാക്കത്താണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇന്ത്യയിൽ ആദ്യങ്ങൾ സംഭവിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, വേർ വാസ് ദ 150th അസംബ്ലി ഓഫ് IPU ഹെൽഡ്? IPU എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ പാർലമെന്ററി യൂണിയൻ ആണ് IPUവിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. വേർ വാസ് ദ 150th 150ാം അസംബ്ലി അല്ലെ, ഇതിന്റെ IPUവിന്റെ 150ാം അസംബ്ലി നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. IPU എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ പാർലമെന്ററി യൂണിയൻ എന്നാണ് IPU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നടന്നത്? എവിടെയാണ് അസംബ്ലി നടന്നത്? എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ടാഷ്കെന്റ് എന്നുള്ള സിറ്റിയിൽ വെച്ചിട്ടാണ് എന്ത് 150th അസംബ്ലി ഓഫ് ഇന്റർ പാർലമെന്ററി യൂണിയൻ ഹെൽഡ് ചെയ്തത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വെൻ ഈസ് നാഷണൽ സേഫ് മദർഹുഡ് ഡേ ഒബ്സർവ്ഡ് എവറി ഇയർ? എന്നാണ് നാഷണൽ സേഫ് മദർഹുഡ് ഡേ എന്നാണ് ചോദ്യം. എന്താണ്? ഏപ്രിൽ 11 നാഷണൽ സേഫ് മദർഹുഡ് ഡേ. അതിന്റെ തീം എന്തായിരുന്നു? അതിന്റെ തീം എന്താണ്? വാട്ട് ഈസ് ദ തീം ഓഫ് നാഷണൽ സേഫ് മദർഹുഡ് ഡേ 2025 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് ദ തീം ഓഫ് നാഷണൽ സേഫ് മദർഹുഡ് ഡേ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, വിച്ച് സിറ്റി ഹാസ് ബിക്കം ഹോം ടു ഇന്ത്യാസ് ഫസ്റ്റ് ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക്? വിച്ച് സിറ്റി ഹാസ് ബിക്കം ഹോം ടു ഇന്ത്യാസ് ഫസ്റ്റ് ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക്? റൈറ്റ് ആൻസർ ഏതാണെന്ന് അറിയാമോ? ഒരു ക്ലൂ തരാവേ. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ്. ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. ഉത്തർപ്രദേശിൻ്റെ വ്യവസായിക തലസ്ഥാനവും ഇത് തന്നെയാണ്. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കാൺപൂർ. ഓക്കെ, കാൺപൂരാണ് എന്താ? ബിക്കം ഹോം ടു ഇന്ത്യാസ് ഫസ്റ്റ് ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക്. അപ്പോൾ കാൺപൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിൻ്റെ ഏറ്റവും വലിയ നഗരമാണ്. ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക തലസ്ഥാനവും അതുപോലെ തന്നെ വ്യവസായിക തലസ്ഥാനവുമാണ്. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു അല്ലെ കാൺപൂർ. ഇന്ത്യയുടെ തുകൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് കേട്ടോ. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലമാണ് കാൺപൂർ. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന നഗരവും കാൺപൂർ തന്നെയാണ്. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് എന്നിവയുടെ ആസ്ഥാനവും കാൺപൂർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെറുകിട യൂണിറ്റുകളുള്ള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം. ലോക്സഭ രാജ്യസഭാ സീറ്റുകൾ കൂടുതലുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനം. ഗ്രാമനിവാസികൾ കൂടുതലുള്ള സംസ്ഥാനം. എല്ലാം അവിടെ കൂടുതലാണ് അല്ലെ. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നാണ് ഉത്തർപ്രദേശ് അറിയപ്പെടുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നാണ്. ചൗരി ചൗര സംഭവം ഉണ്ടല്ലോ, അത് നടന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏത് വർഷമാണ്? 1922 ഗോതമ്പ്, കരിമ്പ്, ബാർലി എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. അവിടെ ഒരു സർവകലാശാലയുണ്ട്. എന്തിനു വേണ്ടിയാണ്? എന്താണ് ആ സർവകലാശാലയുടെ പ്രത്യേകത? എന്താണ്? വികലാംഗർക്ക് വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26 തലസ്ഥാനം ലക്നൗ ആണ്. അതുപോലെ തന്നെ സംസ്ഥാന മൃഗം ചതുപ്പുനിലം മാൻ, സംസ്ഥാന പക്ഷി സരസക്കൊക്ക്, സംസ്ഥാന പുഷ്പം ബ്രഹ്മകമൽ. ഓക്കെ, 4 ചോദ്യങ്ങൾ കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യമാണ് അല്ലെ. 5ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു അഡോപ്റ്റ് ആൻ അഗ്രി വോൾട്ടായിക് പ്രൊജക്ട്? വിച്ച് സ്റ്റേറ്റ് ഏതാണ്? ബ്രഹ്മർഷിദേശം, മധ്യദേശം. ഇതിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഉത്തർപ്രദേശ്. നമ്മൾ ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഉത്തർപ്രദേശ് തന്നെയാണ്. ആൻഡ് ഉത്തർപ്രദേശ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു അഡോപ്റ്റ് ആൻ അഗ്രി വോൾട്ടായിക് പ്രൊജക്ട്.
അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഡിക്ലെയർഡ് മിട്ടാത്തൽ ആൻഡ് ടൈഗ്രാന ഹരപ്പൻ സൈറ്റ്സ് as protected archaeological sites? The right answer is Haryana. Haryana state government has declared Mittathal and Tigrana Harappan sites as protected archaeological sites. അറിയപ്പെട്ടിരുന്നത് ബഹുദാനിക എന്ന പേരിലായിരുന്നു. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. അവിടെ വികലാംഗർ എന്ന പദം നിരോധിച്ചിട്ടുണ്ട്. വികലാംഗർ എന്ന പദം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയാണ്. പിന്നെ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടില് ബാത്റൂം ഇല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുള്ള ഒരു സംസ്ഥാനമാണ് ഇത് ഹരിയാന എന്ന് പറയുന്നത്. ടോയ്ലറ്റ് വീട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇലക്ഷനിൽ അവിടെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഇത് തന്നെയാണ്, ഹരിയാന തന്നെയാണ്. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. മൊബൈൽ കോടതി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ സംസ്ഥാനം, ഏറ്റവും വനവിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം, അവിടെ വനവിസ്തൃതി ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ട്രാക്ടർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഏത്? ഹരിയാന എന്ന് പറയുന്നത്. രൂപീകരിച്ച വർഷം 1956 നവംബർ 1 തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് അല്ലെ. ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് കൃഷ്ണമൃഗം, ബ്ലാക്ക് ബക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗിക പക്ഷി എന്താണ്? ബ്ലാക്ക് ഫ്രാങ്കോളിൻ ആണ്. ഔദ്യോഗിക പുഷ്പം താമരയാണ്. ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. PSC ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആദ്യത്തെ ചോദിക്കണമെന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹരിയാനയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ചോദിക്കുകയാണ്, ഹരിയാനയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? തമിഴാണ്. ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹരിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാസസ്ഥലം എന്നാണ് ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം പറയുന്നത്. പഞ്ചാബിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് ഇത് ഹരിയാന എന്ന് പറയുന്നത്. ഓക്കെ, ഹരിയാനയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അവിടെ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത് അല്ലെ. മിശ്ര വിവാഹം അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹരിയാനയിൽ. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഹരിയാന. കാര്യം പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായിട്ട് അവിടെ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ആപ്കി ബേട്ടി ഹമാരി ബേട്ടി എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു പദ്ധതിയാണ് ഏത്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ആ പദ്ധതിയിൽ ഹരിയാനയിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സാക്ഷി മാലിക് ആണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് വിൽ ഹാവ് എ ന്യൂ സാങ്ച്വറി കോൾഡ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെ. വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? പുതിയ സാങ്ച്വറി വന്നിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിലാണ്? വിച്ച് സ്റ്റേറ്റ് വിൽ ഹാവ് എ ന്യൂ സാങ്ച്വറി കോൾഡ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമ്മൾ സാങ്ച്വറികളും അതുപോലെ തന്നെ ടൈഗർ റിസർവും എല്ലാം പറയുമ്പോൾ അത് ഏത് സ്റ്റേറ്റ് ആയിരിക്കും? അത് മധ്യപ്രദേശ് ആയിരിക്കും അല്ലെ. റൈറ്റ് ആൻസർ ഈസ് മധ്യപ്രദേശ്. പ്രത്യേകതയാണ് മധ്യപ്രദേശിനോട് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. കടുവ സംസ്ഥാനമാണ്, സോയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ്. വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏതാണ്? മധ്യപ്രദേശ് തന്നെയാണ്. പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്ന് മധ്യപ്രദേശ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സിൻഗൌളി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. കബീർ സമ്മാനം, കാളിദാസ് പുരസ്കാരം, താൻസൻ സമ്മാനം എന്നീ പുരസ്കാരങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് ഇത് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം അത് ഏതാണ്? മധ്യപ്രദേശാണ്. നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 തന്നെയാണ്. സംസ്ഥാന മൃഗം ഏതാണ്? സ്വാം ഡിയർ ആണ്. സംസ്ഥാന പക്ഷി ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ. ഓക്കെ. സംസ്ഥാന പുഷ്പം പാരറ്റ് ട്രീ.
അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, വീണ്ടും ഒരു സ്റ്റേറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് പഠിക്കുകയാണ്? സംസ്ഥാനത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അതിൽ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചും പഠിക്കുകയാണ് അല്ലേ. അടുത്ത ചോദ്യം, റീസെന്റ് എട്ടാമത്തെ ചോദ്യമാണ്, വിച്ച് സ്റ്റേറ്റ്സ് റിൻഡ്യ സിൽക്ക് ആൻഡ് കാസി ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് റിസീവ്ഡ് ദ GI ടാഗ് അല്ലെ. GI ടാഗ് കിട്ടിയിട്ടുള്ള ഈ സിൽക്ക് അല്ലെങ്കിൽ ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ഏത് സ്റ്റേറ്റിലെയാണ് എന്നാണ് ചോദ്യം. അത് ഏത് സ്റ്റേറ്റിലെയാണ്? ദ അബോർഡ് ഓഫ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ്. അബോർഡ് ഓഫ് ക്ലൗഡ്സ്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ അല്ലേ. മേഘങ്ങളുടെ വാസസ്ഥലം എന്നർത്ഥം വരുന്ന സംസ്ഥാനമായിട്ടുള്ള മേഘാലയയാണ് അല്ലെ. മേഘാലയയിലെ കാസി ഹാൻഡ്ലൂം പ്രൊഡക്ട്സിനാണ് GI ടാഗ് റിസീവ് ചെയ്തിട്ടുള്ളത്. നിലവിൽ വന്നത് 1972 ജനുവരി 21-നാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഒടുവിൽ സ്ഥാനം പിടിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനം 2014 വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് മേഘാലയയാണ് അല്ലെ. ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഏറ്റവും ഒടുവിൽ സ്ഥാനം പിടിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനം അത് മേഘാലയയാണ്. നിലവിൽ വന്ന വർഷം എപ്പോഴാണെന്ന് പറഞ്ഞത് 1972 ജനുവരി 21-നാണ്. തലസ്ഥാനം ഷില്ലോങ് ആണ്. സംസ്ഥാന മൃഗം പുള്ളിപ്പുലിയാണ്. സംസ്ഥാന പക്ഷി മൈനയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മേഘങ്ങളുടെ വാസസ്ഥലം, ദ അബോർഡ് ഓഫ് ക്ലൗഡ്സ് എന്നർത്ഥം വരുന്ന സംസ്ഥാനമാണ്. അവിടെ ഒരുപാട് കുന്നുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കുന്നുകളുടെ പേരുകളും ഉണ്ട് കേട്ടോ. ഏതാണ്? ഖാസി, ഖാരോ, ജയന്തിയ അങ്ങനെയുള്ള കുന്നുകളൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ഖാസി, ജയന്തിയ, ബോയി തുടങ്ങിയ ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും മേഘാലയ തന്നെയാണ്. ഈ മേഘാലയയിലെ പ്രധാന മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. ലോകത്ത് മഴ ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള പ്രദേശമായിട്ടുള്ള മൗസിൻ റാം എവിടെയാണ്? മേഘാലയയിലാണ്. നമ്മൾ പറഞ്ഞു മേഘാലയയുടെ ക്യാപിറ്റലാണ് ഷില്ലോങ് എന്ന് പറഞ്ഞാൽ. ഈ ഷില്ലോങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഷില്ലോങ് ആണ്. അസം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്. ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനവും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഉംറോയ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് 2013 മാർച്ച് 25-ന് നിലവിൽ വന്ന മേഘാലയ ഹൈക്കോടതിയുടെ ആസ്ഥാനവും ഏത് തന്നെയാണ്? ഷില്ലോങ് തന്നെയാണ്. അതുപോലെ തന്നെ മേഘാലയയിൽ ആരംഭിച്ചൊരു മിഷനാണ് ജാക്ക് ഫ്രൂട്ട് മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേഘാലയയാണ്. PA സാങ്മയുടെ പേര് നൽകിയ ദിക്കി ബന്ദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെ തന്നെയാണ്? മേഘാലയയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ലൈഫ് എന്ന പേരിൽ ഗ്രാമവികസന പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ലൈഫ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്താണ്? L ഫോർ ലിവ്ലിഹുഡ്, I ഫോർ ഇന്റർവെൻഷൻ ആൻഡ് F ഫോർ ഫെസിലിറ്റേഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ് എന്നുള്ളതാണ് ലൈഫിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ലിവ്ലിഹുഡ്, ഇന്റർവെൻഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ് എന്ന പേരിൽ ഗ്രാമവികസന പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേഘാലയയാണ് കേട്ടോ. അന്താരാഷ്ട്ര ചെറി ബ്ലോസം ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനവും ഇത് തന്നെയാണ്, മേഘാലയ തന്നെയാണ്. അടുത്ത ചോദ്യം, 9-ാമത്തെ ചോദ്യം, പാക്കി ടൈഗർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ടൈഗർ റിസർവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചാടിക്കേറി മധ്യപ്രദേശ് എഴുതരുത്. എല്ലാ ടൈഗർ റിസർവും മധ്യപ്രദേശിലല്ല. ദ റൈറ്റ് ആൻസർ ഈസ് അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. പാക്കി ടൈഗർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അരുണാചൽ പ്രദേശ്. മേഘങ്ങളുടെ വാസസ്ഥലം മേഘാലയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് ചുവന്ന മലകളുടെ നാട് എന്നാണ് അരുണാചൽ എന്നുള്ള വാക്കിനർത്ഥം. അപ്പോൾ ചുവന്ന മലകളുടെ നാട് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശ് എന്താണ് അറിയപ്പെടുന്നത്? പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് അരുണാചൽ പ്രദേശാണ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നുണ്ട്. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരുകളായി. ചുവന്ന മലകളുടെ നാട് അല്ലെ, പ്രഭാത കിരണങ്ങളുടെ നാട്, ഉദയ സൂര്യന്റെ നാട്, ഓർക്കിഡ് സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള സംസ്ഥാനം അത് അരുണാചൽ പ്രദേശാണ്. ബാക്കിയുള്ളതൊക്കെ കുഞ്ഞുതാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. നോട്ട് ദാറ്റ് പോയിന്റ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശാണ്. വനവിസ്തൃതിയിൽ 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്
ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. GPF കേട്ടിട്ടുണ്ടോ? ജനറൽ പ്രൊവിഡന്റ് ഫണ്ടാണ് GPF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് അരുണാചൽ പ്രദേശാണ്. നിലവിൽ വന്നത് 1987 പഠിച്ചിട്ട് പോവുക. 1987 ഫെബ്രുവരി 20 തലസ്ഥാനം ഇറ്റാനഗർ, സംസ്ഥാന മൃഗം മിഥുൻ, സംസ്ഥാന പക്ഷി വേഴാമ്പൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് നേഫ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നേഫ. NEFA എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേഫ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി എന്നുള്ളതാണ് നേഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേഫ എന്ന പേര് അരുണാചൽ പ്രദേശ് എന്നാക്കി മാറ്റി. അത് എന്നായിരുന്നു? 1972 അത് അങ്ങനെ ആക്കി മാറ്റിയത് ബിബാ ബസു ദാസ് ശാസ്ത്രിയാണ് നേഫ എന്ന പേര് അരുണാചൽ പ്രദേശ് എന്നാക്കി മാറ്റിയത്. നമ്മൾ പറഞ്ഞു ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് അരുണാചൽ പ്രദേശാണെന്ന് പറഞ്ഞു. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ് കേട്ടോ. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്നാണ് പറഞ്ഞത്? ജപ്പാനാണ്. അതുപോലെ ഇന്ത്യയിൽ രണ്ടാമത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ നിന്നും പ്രസിദ്ധീകരണം തുടങ്ങിയ ആദ്യ ഹിന്ദി ദിനപത്രത്തിന്റെ പേര് അരുണഭൂമി എന്നാണ്. DD അരുൺ പ്രദ എന്ന പേരിൽ ദൂരദർശനിൽ ചാനൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് EPDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനവും അരുണാചൽ പ്രദേശ് തന്നെയാണ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. ഹൂ ഈസ് ദ 26th ഗവർണർ ഓഫ് RBI? അല്ലെ, RBIയുടെ 26ാമത്തെ ഗവർണർ ആരാണ് എന്നാണ് ചോദ്യം. അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? ഇടം പിടിക്കാനുള്ള കാരണം എന്താണ്? അടിസ്ഥാന പലിശ നിരക്കിൽ ഏറ്റവും കുറവ് വന്നുള്ള ഒരു കാലയളവാണ് നമ്മുടെ ഈ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറവ് വന്നതുകൊണ്ട് തന്നെ RBI ഗവർണർ 26th ഗവർണർ ഓഫ് RBI എന്ന് പറയുന്ന നമ്മുടെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ്. ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് സഞ്ജയ് മൽഹോത്ര. ഓക്കെ, അടിസ്ഥാന പലിശ നിരക്കിൽ കുറവ് വരുത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക്. തുടർച്ചയായിട്ട് 2ാം തവണയാണ് റിസർവ് ബാങ്ക് MPC പണനയ സമിതി യോഗം റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്. സാധാരണക്കാരന് പലിശ ഭാരത്തിൽ നിന്ന് ആശ്വാസമേകുന്ന റിപ്പോ നിരക്ക് പരിഷ്കരണ നടപടികൾക്കൊപ്പം അതിന് ചുക്കാൻ പിടിച്ച RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ബാങ്കിന്റെ പുതിയ അമരക്കാരനായിട്ട് സഞ്ജയ് മൽഹോത്ര ചുമതലയേൽക്കുന്നത് ഡിസംബറിലായിരുന്നു. മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ പണനയ സമിതി യോഗത്തിൽ തന്നെ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അത് സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമായി മാറുകയും ചെയ്തു. ഫെബ്രുവരിയിൽ ചേർന്ന യോഗത്തിൽ റിപ്പോ നിരക്കിൽ 0.25% കുറവാണ് വരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിന്റെ ആദ്യമായിട്ടാണ് റിപ്പോ നിരക്ക് RBI അന്ന് കുറവ് വരുത്തിയിട്ടുള്ളത്. ഏപ്രിൽ ആദ്യവാരം യോഗം ചേരുകയും അങ്ങനെ 0.25% കുറവ് വരുത്താനുള്ള തീരുമാനം MPC എടുത്തതോടെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 6% മാറി. ഇനി നമുക്കറിയാം ഇതിന് മുന്നേ ആരായിരുന്നു RBI ഗവർണർ? ശക്തികാന്ത ദാസ് ആയിരുന്നു അല്ലെ. ശക്തികാന്ത ദാസിന്റെ പിൻഗാമി ആയിട്ടാണ് ആര് വന്നിട്ടുള്ളത്? സഞ്ജയ് മൽഹോത്ര വന്നിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ റവന്യൂ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നതിനിടെയാണ് 56-കാരനായിട്ടുള്ള മൽഹോത്ര ശക്തികാന്ത് ദാസിന്റെ പിൻഗാമിയായിട്ട് ഗവർണറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2027 വരെ 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. ശക്തികാന്ത് ദാസിനെ പോലെ IAS കേഡറിൽ നിന്ന് തന്നെയാണ് മൽഹോത്രയും തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, പബ്ലിക് പോളിസി എന്നിവയാണ് മൽഹോത്രയുടെ പശ്ചാത്തലം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഘുറാം രാജന് ശേഷം RBI ഗവർണർ പദവിയിലെത്തുന്ന IIT എഞ്ചിനീയർ കൂടിയാണ് സഞ്ജയ്. IIT കാൺപൂരിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം പൂർത്തിയാക്കിയ സഞ്ജയ് US-ലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്നാണ് പബ്ലിക് പോളിസിയിൽ ബിരുദാനന്തര ബിരുദവും എടുത്തിട്ടുള്ളത്. 2022 ഫിനാൻഷ്യൽ സർവീസസ് വകുപ്പിൽ സെക്രട്ടറി ആയാണ് സഞ്ജയ് ധനമന്ത്രാലയത്തിൽ എത്തുന്നത്. തുടർന്ന് അതേ വർഷം തന്നെ റവന്യൂ സെക്രട്ടറി ആവുകയും ചെയ്തു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള REC ലിമിറ്റഡിന്റെ ചെയർമാൻ, ഊർജ്ജ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്.
അദ്ദേഹം ജനിച്ചത് 1968 ഫെബ്രുവരി 14 രാജസ്ഥാനിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1990 രാജസ്ഥാൻ കേഡറിൽ IAS ഉദ്യോഗസ്ഥനായി പ്രവേശിച്ച സഞ്ജയ് മൽഹോത്രയ്ക്ക് നയരൂപീകരണത്തിൽ 3 പതിറ്റാണ്ടിൻ്റെ അനുഭവ പരിചയവും അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ 26th ഗവർണർ ഓഫ് RBI ആരാണെന്നാ പറഞ്ഞത്? സഞ്ജയ് മൽഹോത്ര. പേര് മനസ്സിൽ പക്കയാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ ആരായിരുന്നു? ശക്തികാന്ത ദാസ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചു, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓരോ സംസ്ഥാനങ്ങളും എന്നാണ് രൂപീകരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നുള്ള ചാനൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാര്യം എന്താണ്, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഇയർലി കറണ്ട് അഫയേഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.